ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്റെ ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ ഈ ഒരുങ്ങിപ്പോണത് വേറെ കൊല്ല വർക്കിനാണ്. ഞാൻ വർക്ക് ചെയ്യണത് കുഴുപ്പള്ളി ബീച്ചിലുള്ള ഇന്ദ്രിയ സയൻസ് റിസോർട്ടിലാണ്. ഇതാണ് എന്റെ കൂടെ വർക്ക് ചെയ്യണ അഖില്. ഇവനൊരു സകല കലാവല്ലഭനാണ്. കാരണം അടിപൊളിയായിട്ട് പാട്ട് പാടും. പാട്ടും പരിപാടിയെല്ലാം കഴിഞ്ഞ് നേരെ വന്നത് സിപ്പ് ലൈനിലാണ്. ഇതിന്റെ മണ്ടയിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിരപ്പള്ളി മല കാണാം. ഈ കയറി തന്നെയാണ് നമ്മുടെ സ്വന്തം പാട്ടുകാരനായിട്ടുള്ള അഖില്. തൊട്ട് പിന്നാലെ കിരൺ ചേട്ടനും ഫ്രണ്ട് ഓഫീസിൽ പണിയെടുക്കുന്ന ആദർശമാണ് കയറി വന്നത്. അപ്പൊ നമ്മൾ സിപ്പ് ലൈൻ പോകാൻ പോകുന്നു. ആദ്യമേ തന്നെ സിപ്പ് ലൈനിൽ പോയി നമ്മുടെ സ്വന്തം കിരൺ ചേട്ടനാണ്. ഫസ്റ്റ് ടവറിൽ നിന്ന് ആ സിപ്പ് ലൈനിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് വേറെ ലെവൽ തന്നെയാണ്. നിങ്ങൾ ഇതേവരെ സിപ്പ് ലൈനിൽ പോകാത്തവരാണെങ്കിൽ ഒരിക്കലെങ്കിലും വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കിഡിലൻ അഡ്വഞ്ചർ ആക്ടിവിറ്റിയും കൂടിയാണ് ഈ സിപ്പ് ലൈൻ. ഇതെല്ലാം കൂടാണ്ട് അതിനേലും കുറച്ചുകൂടി കഠിനമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഈ സ്കൈ വാക്കിംഗ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരിക്കലും നടന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് കയറാനൊന്ന് പേടിക്കും. അതിനത്തിന്റെ എക്സ്പീരിയൻസ് സത്യം പറ ചെറിയതായിട്ട് പേടിയാവൂലേ? പുത്തരിയല്ല 2 പ്രാവശ്യം കയറിയെന്ന് അങ്ങേരിട്ട് എത്ര നേരം എടുത്തിട്ടാണ് ഇവിടെ എത്തിയത്. അയ്യോ വയ്യാണ്ടായി പോയി. നീ ജന്മത്തെ ഈ സാധനത്ത് ഞാൻ കയറൂല. മുകളിലുള്ള എല്ലാ ആക്ടിവിറ്റീസും ഇന്റർ കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് നേരെ വന്നത് നേരെ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്കാണ്. ഇവിടെ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. അവിടെ നേരെ ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് അടുത്തായിട്ട് നമ്മൾ കടന്നത്. അങ്ങനെ നമ്മുടെ ആദർശി ആൻഡ് ഷെഫ് യാത്ര പോകാൻ പോകുന്നു. അങ്ങനെ ഷെഫിനും ആദർശിന്റെ ആറ്റയും കൊടുത്ത് നമ്മൾ താഴേക്ക് അങ്ങ് ഇറങ്ങി. അപ്പൊ ഇതൊക്കെ തന്നെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ കമന്റ് ബിലോ.